Hello dear students, welcome all. 2026 ജൂൺ ഇൻടേക്ക് ഇഗ്നു എക്സാം ഇങ്ങ അടുത്തെത്തിയല്ലേ. അപ്പോൾ പലർക്കും ഡൗട്ടാണ്, ഈ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ഫോക്കസ് ചെയ്താലാണ് നമുക്ക് ഫുൾ മാർക്ക് നേടാനാവുക, അങ്ങനെ പലവിധ കൺഫ്യൂഷൻസും ഡൗട്ട്സുകളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഓടി പായുന്നുണ്ടായിരിക്കും. അതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. യെസ്, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് റിവിഷൻ നമ്മൾ യൂട്യൂബിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് BA സോഷ്യോളജി ഉണ്ട്, BA സൈക്കോളജി ഉണ്ട്, BA ഇംഗ്ലീഷ്, BCom, അതുപോലെ തന്നെ PG കോഴ്സുകളായിട്ടുള്ള MA ഇംഗ്ലീഷ്, MA സൈക്കോളജി, MCom, ഇത്രയും പേപ്പേഴ്സിനാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത്. ആ ക്രാഷ് കോഴ്സിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് യൂട്യൂബിലെ ഫസ്റ്റ് ബ്ലോക്ക് റിവിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ ബ്ലോക്ക് റിവിഷൻസ് ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 2 റിവിഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റ് ആൻഡ് ടൈം നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നമ്മുടെ കൂടെ നിന്ന് തന്നെ പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് നോക്കിയാലോ. നമ്മുടെ യൂട്യൂബിലെ ഫസ്റ്റ് പാർട്ട് ഷെഡ്യൂൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം എല്ലാ ലൈവുകളും നടക്കുന്നത് 7 മണിക്കാണ്. ഈവനിങ് 7 മണിക്കാണ് എല്ലാ ലൈവുകളും ഉള്ളത്. ആദ്യത്തെ ലൈവ് കാണുന്ന സമയത്ത് 17/4/26 എല്ലാവരുടെയും കോമൺ പേപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അപർണ മിസ് ആയിരുന്നു. ഓൾറെഡി അതിൻ്റെ ലൈവ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് ലൈവ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. രണ്ടാമത്തെ ലൈവിലേക്ക് പോകുമ്പം 18/4/26 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫസ്റ്റ് ഇയർ BCom ആൻഡ് BBA സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലൈവ് ദേവനന്ദ മിസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയും ലൈവ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള ലൈവ് ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ലൈവ് വരുന്നത് 20/4/26 MCom സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പേപ്പറാണ്. ഈ പേപ്പറിന്റെ ലൈവുമായിട്ട് വരുന്നത് അനീഷ് സാറാണ്. ശേഷം 22/4/26 എല്ലാവരുടെയും കോമൺ പേപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ സയൻസ്, ഈ ഒരു ലൈവുമായിട്ട് വരുന്നത് നമ്മുടെ നിഷാന മിസ് ആണ്. സെയിം 7 മണിക്ക് തന്നെ ആയിരിക്കും. അടുത്തൊരു ലൈവിലേക്ക് നോക്കുന്ന സമയത്ത് 23/4/26 സോഷ്യോളജി ഫസ്റ്റ് ഇയർ സോഷ്യോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലൈവാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ 2. ഈ ലൈവ് എടുക്കുന്നത് ആരാണ്, മഞ്ജിമ മിസ് ആയിരിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മുടെ MA സൈക്കോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ലൈവ് എന്നാണ് 27/4/26 നമ്മുടെ ഐശ്വര്യ മിസ് ആയിരിക്കും ലൈവ് എടുക്കുന്നത്. ക്ലിയർ. നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ കോമൺ പേപ്പറാണ്. ഇംഗ്ലീഷുകാർക്കും MComകാർക്കൊക്കെ ഉള്ള ഒരു കോമൺ പേപ്പറാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിന്റെ ലൈവ് നടക്കുന്നത് 28/4/2026 ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് അനഘ മിസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയർ BA ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പേപ്പറാണ്. ആ പേപ്പറിന്റെ ലൈവ് നടക്കുന്നത് 5/5 മെയ്യിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ 5/5/2026 ആരാണ് ലൈവ് എടുക്കുന്നത്, അനഘ മിസ് ആയിരിക്കും ലൈവ് എടുക്കുന്നത്. ഓക്കെ, ദെൻ 9-ാം തീയതി 9/5/2026 നമ്മുടെ BA സൈക്കോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അതിന്റെ ലൈവുമായിട്ട് വരുന്നു നമ്മുടെ ഐശ്വര്യ മിസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇനി കാണുന്നത് നമ്മുടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലൈവാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടത് PG അതുപോലെ BA സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ലൈവ് ആയിരുന്നു. ഇനി എന്താണ് സെക്കൻഡ് ഇയറിന്റെ BA ആൻഡ് MA സ്റ്റുഡൻസിന്റെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പാർട്ട് യൂട്യൂബ് ലൈവാണ്. അവിടേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം MA ഇംഗ്ലീഷുകാരുടെ ബ്രിട്ടീഷ് നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറിന്റെ ലൈവ് 21/4/26 സഫ മിസ് ആയിരിക്കും ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. ശേഷം
BA ഇംഗ്ലീഷിന്റെ പേപ്പറാണ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിന്റെ ലൈവ് 29/4/2026 കണ്ടക്ട് ചെയ്യുന്നത്. അതും സഫാമിസ് തന്നെയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന്റെ കോമൺ പേപ്പറാണ്. ഓക്കെ, കോമൺ പേപ്പറാണ് ഇത് മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിന്റെ ലൈവ് നടക്കുന്നത് 30/4/2026 ആരാണ് ലൈവ് എടുക്കുന്നത്? അപർണ മിസ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ BCom ആൻഡ് BBA സ്റ്റുഡൻസിന്റെ കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിന്റെ ലൈവ് എന്നാണ്? 1/5/2026. ഓക്കെ, മെയ് 1 നടക്കുന്നത്. ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ജിംഷ മിസ് ആയിരിക്കും. അടുത്തതായിട്ട് 2/5/2026 ഫസ്റ്റ് ഇയർ BA സൈക്കോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ലൈവുമായിട്ട് വരുന്നത് നമ്മുടെ ഐശ്വര്യ മിസ് ആയിരിക്കും. അതിനുശേഷം 4/5/2026 MCom സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലൈവാണ്. ഏതാണ്? റിസർച്ച് മെത്തഡോളജി. ഓക്കെ, ആ ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ജിംഷ മിസ് ആയിരിക്കും. ശേഷം വരുന്നത് നമ്മുടെ 6/5/2026 സെക്കൻഡ് ഇയർ ആർക്കുള്ള കോമൺ പേപ്പർ ആണ്. ഏതാണ്? യെസ്, ടൂറിസം ആന്ത്രപ്പോളജി. ടൂറിസം ആന്ത്രപ്പോളജിയുടെ ലൈവുമായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം സുധർമ്മ മിസ് ആണ്. ശേഷം 7/5/2026 സെക്കൻഡ് ഇയർ BA സോഷ്യോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സോഷ്യോളജി ഓഫ് കിങ്ഷിപ്പ് എന്ന പേപ്പറിന്റെ ലൈവുമായിട്ട് വരുന്നത് വിദ്യാ മിസ് ആണ്, ഞാൻ തന്നെയാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ 8/5/2026 MA സൈക്കോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സൈക്കോപത്തോളജി എന്ന് പറഞ്ഞ പേപ്പറിന്റെ ലൈവുമായിട്ട് വരുന്നു നമ്മുടെ സ്വന്തം ഐശ്വര്യ മിസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് യൂട്യൂബ് ലൈവിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡേറ്റും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതത് ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. യൂട്യൂബിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ട് റിവിഷൻ ലൈവിന്റെ ഷെഡ്യൂൾ ആണ് നമ്മളിപ്പം കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബാക്കി റിവിഷൻസ് ഒക്കെ എവിടെ കിട്ടും എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ? യെസ്, നമ്മുടെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിലൂടെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനുമായിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആൻഡ് തേർഡ് പാർട്ട് റിവിഷൻസ് എല്ലാം തന്നെ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം ത്രൂ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റിവിഷനിൽ കംപ്ലീറ്റ് റിവിഷൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഫെസിലിറ്റികളാണ് കിട്ടുക എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആപ്പ് ത്രൂ ക്ലാസ്സസ്, നമ്മുടെ കംപ്ലീറ്റ് ആപ്പ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആപ്പിലെ എല്ലാ യൂണിറ്റിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ശേഷം യൂട്യൂബ് ലൈവ്, സൂം ലൈവ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ട്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മൾ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ലൈവിന് കറക്റ്റ് സമയത്ത് തന്നെ, അതുപോലെ ഡേറ്റ് ഒക്കെ ഓർത്ത് വെക്കുക, കറക്റ്റ് ടൈമിന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇനിയും ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം